എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയ ഒരു കൊഴലപ്പം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് അതിന് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. കുറച്ച് തേങ്ങായ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 3/4 സ്പൂണ് ജീരകം. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് വെറൈറ്റിയാണെന്ന് പറഞ്ഞത്, ചോറാണ്. ഒരു 2 സ്പൂണ് ചോറും 1 ക്യാരറ്റും കൂടെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും കൊഴലപ്പം ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ചോറ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കുമ്മളച്ച് പൊങ്ങി വരും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാൻ ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെയാണ് അരയ്ക്കുന്നത്. അത് നല്ല വെണ്ണ പോലെ അരയണ്ട, ഇതുപോലെ അരഞ്ഞാൽ മതി. അത് കഴിഞ്ഞിതേ ചോറും ക്യാരറ്റും കൂടെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെച്ചിരുന്ന വെള്ളമെല്ലാം നല്ല ഭംഗിയായിട്ട് തിളച്ചു. അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഇനി അരച്ച് വെച്ച അതും കൂടെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ തിളച്ചതായതുകൊണ്ട് ഇട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്കാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല അപ്പത്തിനുള്ള, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ്. ഇത് നല്ല വറുത്ത് വെച്ച പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് പാകത്തിന് വെള്ളം വയ്ക്കണം. എല്ലാം ആക്കിയിട്ടുണ്ട്. അത് ഞാൻ തണുക്കാനായിട്ട് ഒരു ബേസണിലിട്ട് വെച്ചു. തണുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. 1 സ്പൂണ് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയല്ലേ, ആ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ ഇത് കുഴച്ച് എടുത്ത് വെച്ചാൽ മതി. നല്ല സുന്ദരമായ കൊഴലപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് പല വിധത്തിലുള്ള എണ്ണയിൽ വറുത്ത കൊഴലപ്പം ആണ് നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല സുന്ദരമായ സ്വാദോടു കൂടിയ കൊഴലപ്പം ഇതുപോലെ ഉണ്ടാക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് മാവ് പരത്തി കൊഴലപ്പത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം ചെറിയ ചെറിയ ബോളായിട്ടിത് എടുത്തു വെച്ചു. ഇനി ഇത് പരത്താൻ എളുപ്പത്തിന് ഒരു പ്ലാസ്റ്റിക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഓരോ ബോളും എടുത്ത് വെച്ച് അടി പരന്ന ഒരു പാത്രം കൊണ്ട്, അതെന്തെങ്കിലും ഒരു അടി പരന്ന ഒരു പാത്രം ആയാൽ മതി, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ചെറിയ ചരുവം പോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, നല്ല ഷേപ്പിൽ വരും. ഇനി അത് എടുത്തിട്ട് കൊഴലപ്പത്തിൻ്റെ ഷേപ്പിൽ വിരളെ വെച്ച് വേണേൽ നമുക്ക് എടുത്തു വെക്കാം. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ വിരളേന്ന് അത് ഊരിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. വിരളെ വെച്ച് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. ഇനി അടുത്ത കാണിക്കാം. ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിങ്ങനെ വിരള വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങ് മടക്കിയെടുത്താൽ മതി. കണ്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത്. അങ്ങനെ ഇതാ കുറേ എണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. അതിലേക്ക് ഓരോന്നും പെറുക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല കിലുകിലെന്നുള്ളൊരു ശബ്ദം വന്നുകൊണ്ട് ഇത് പാകത്തിനായി കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റാം. നല്ല അടിപൊളി കൊഴലപ്പമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആ ചോറ് ചേർത്തുകൊണ്ട് നല്ല പൊങ്ങി കുമ്പളച്ചിങ്ങ് വരും. അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരെപ്പോഴും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നോളും. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കൊഴലപ്പം. ഇതാ അങ്ങനെ നമ്മുടെ കൊഴലപ്പം എല്ലാം ഇവിടെ റെഡിയായി. കണ്ടോ, ഓടിക്കുമ്പോൾ നല്ല ക്രിസ്പിയായ സുന്ദരമായ ടേസ്റ്റോട് കൂടിയ കൊഴലപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയി കാണാം. താങ്ക് യു.